ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മളൊരു പുഡിംഗ് റെസിപ്പിയുമായിട്ടാണ് എത്തിയിട്ടുള്ളത്. ഇത് എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പുഡിംഗ് റെസിപ്പിയാണ്. പിന്നെ നമ്മുടെ വീട്ടിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ളതും പിന്നെ ജെലാറ്റിനോ ചൈന ഗ്രാസോ അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല, എന്നാൽ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള രീതിയിലുള്ളൊരു പുഡിംഗാണ്. നമ്മുടെ ക്യാരറ്റ്, ബീട്രൂട്ട്, പൊട്ടാറ്റോ അതൊക്കെയാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ കഴിക്കാൻ വെജിറ്റബിൾസ് ആണെന്ന് കരുതി മോശമല്ല, നല്ല ടേസ്റ്റാണ്. കസ്റ്റേർഡും ക്രീമും നമ്മുടെ വീട്ടിലുണ്ടെന്നെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. ഗസ്റ്റൊക്കെ വരുന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് പെട്ടെന്ന് പ്രിപ്പയർ ചെയ്യാം. പിന്നെ കാണാനും നല്ല ഭംഗിയാണ്. ബീട്രൂട്ടിൻ്റെയും ക്യാരറ്റിൻ്റെയും പൊട്ടാറ്റോൻ്റെയും എല്ലാത്തിൻ്റെയും കളറും പിന്നെ കസ്റ്റേർഡ് കലക്കുമ്പോൾ ഒരു യെല്ലോയിഷ് കളർ വരുമ്പോൾ ആ കളറും ക്രീമിൻ്റെ വൈറ്റ് കളറും ഒരു കളർഫുള്ളായിട്ടുള്ളൊരു പുഡിങ്ങാണ്. ആദ്യം നമുക്കിതിന് വേണ്ടിക്കാണ്ട് നമ്മുടെ പച്ചക്കറികളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. പൊട്ടാറ്റോയും ക്യാരറ്റും ബീട്രൂട്ടും ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ട് നല്ലോണം ഇങ്ങനെ വെറുതെ ഗ്രേറ്റിങ് ചെയ്യുന്ന ആ സാധനത്തിലിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കണം. നമ്മൾ അരിഞ്ഞെടുത്താൽ ചിലപ്പോൾ നമുക്കത് ആ ഒരു കടിക്കുന്ന സമയത്തൊരു സുഖം കിട്ടില്ല. ഇത് നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്താലുള്ള ഒരു പെർഫെക്റ്റ് ആയിട്ട് വരിക. പിന്നീട് നമുക്കൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് ഗീ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതൊന്ന് ചൂടായതിന് ശേഷം നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. നല്ലോണം കുക്കായിട്ട് ഇങ്ങനെ കുഴഞ്ഞ് വരണ്ട, എന്നാലും ഒന്നങ്ങ് ആ പച്ചക്കടി ഒന്ന് മാറിയിട്ട് ഒന്ന് കുക്കായിട്ട് വരണം. ആ ഒരു രീതിയിലാവുന്ന സമയത്ത് നമ്മൾക്ക് കുറച്ച് ഷുഗർ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് ഞാൻ പൗഡറാക്കി വെച്ചിരിക്കുന്ന ഷുഗറാണ്. മറ്റേതാകുമ്പോൾ ചിലപ്പോൾ മെൽറ്റായി കിട്ടാൻ പാടാവുമെന്ന് കരുതിയിട്ട് പൗഡറാക്കി വെച്ചിരിക്കുന്ന ഷുഗറാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അത് നമ്മുടെ മധുരത്തിനനുസരിച്ച് വേണം ഇട്ട് കൊടുക്കാൻ. സെയിം പ്രൊസീജിയറിൽ തന്നെ നമുക്ക് പൊട്ടാറ്റോ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ പാനിൽ ഗീ ഒഴിച്ച് കൊടുത്ത് ചൂടായതിന് ശേഷം പൊട്ടാറ്റോ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതും ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടാറ്റോ ആണ്. കുറച്ചൊന്ന് കുക്കായി വരുന്ന സമയത്ത് ഷുഗർ പൗഡർ അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ആ പച്ച ചൊയൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചൊരു ഏലക്കാപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നീട് നമ്മുടെ ബീട്രൂട്ടും കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ്. ഇതൊന്ന് കുക്കായതിന് ശേഷം സെയിം നമ്മൾ പൊട്ടറ്റോക്ക് ചെയ്തതുപോലെ തന്നെ കുറച്ച് ഏലക്കാപ്പൊടിയും ഷുഗർ പൗഡറും കൂടെ അതിലിട്ട് കൊടുക്കുക. ഷുഗർ ഇടുമ്പോൾ എപ്പോഴും നമ്മുടെ മധുരത്തിനനുസരിച്ച് വേണം ഇടാൻ. നല്ല സ്വീറ്റായിട്ട് വേണം എന്നുള്ളവർക്ക് കുറച്ചും കൂടെ കൂടുതൽ മധുരം ഇടാം. ലൈറ്റ് സ്വീറ്റ് മതിയെങ്കിൽ കുറച്ച് മധുരം കുറച്ച് നമ്മുടെ മധുരത്തിനനുസരിച്ച് വേണം ഷുഗർ ഇട്ട് കൊടുക്കാൻ. നെക്സ്റ്റ് നമ്മൾ കുറച്ച് പാലെടുത്തിട്ട് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡർ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ ചൂടുള്ള പാലിലേക്ക് കസ്റ്റേർഡ് പൗഡർ ഇട്ട് കൊടുത്താൽ ശരിയാവില്ല. അപ്പോൾ കുറച്ച് പാൽ ആദ്യം മാറ്റി വെച്ചിട്ട് അതിലേക്ക് ഈ കസ്റ്റേർഡ് പൗഡർ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുകയാണ്. പിന്നീട് പാല് കുറച്ച് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായതിന് ശേഷം ഇത് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ച ക്യാരറ്റ് മിക്സിയിലിട്ട് ഒന്നിങ്ങനെ ഗ്രൈൻഡ് ചെയ്തെടുത്തതാണ്. നല്ലോണം പേസ്റ്റ് ആക്കിയിട്ടില്ല. അതിൽ ചെറുതായിട്ട് തരിതരികൾ നമുക്ക് കടിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് പുഡിങ്ങിൻ്റെ ഇടയിൽ കടിക്കാനുണ്ടാകും. അതുകൊണ്ട് നല്ലോണം പേസ്റ്റ് ആക്കാത്ത രീതിയിൽ അതൊന്ന് മിക്സിയിൽ അടിച്ചിട്ട് നമ്മുടെ പാലിലേക്ക് ഇട്ട് കൊടുക്കുക. കുറച്ച് ഷുഗർ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. മിൽക്ക് മെയ്ഡും ഷുഗറും നമ്മൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് മധുരം കറക്റ്റ് ചെയ്തിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. കുറേ മിൽക്ക് മെയ്ഡ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഷുഗർ കുറച്ച് കുറയ്ക്കുക. നമ്മൾ ഷുഗർ കൂടുതൽ ഇടുന്നുണ്ടെങ്കിൽ മിൽക്ക് മെയ്ഡ് കുറയ്ക്കുക. ആ ഒരു രീതിയിൽ നമ്മൾ മധുരം അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം ഇട്ട് കൊടുക്കാനും. ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കസ്റ്റേർഡ് പൗഡർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത് നമ്മൾ സാധാരണ കസ്റ്റേർഡ് പൗഡർ കലക്കി ഒഴിക്കുമ്പോൾ നല്ലൊരു ക്രീമിയായി വരുന്ന രീതിയിലല്ല, ഒന്നും കൂടി തിക്കായിട്ടാണ് വരിക. നമ്മൾ ക്യാരറ്റൊക്കെ അടിച്ചു വയ്ക്കുന്നത് കാരണം ഈ ഒരു രീതിയിലാണത് വരിക. ഇനി നമുക്ക് നമ്മുടെ പുഡിങ്ങിൻ്റെ ഒരു ലെയർ സെറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ആദ്യം കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ട്രേയുടെ അടിഭാഗത്തൂടെ ഇട്ട് കൊടുക്കുകയാണ്. പിന്നീട് അതിൻ്റെ മുകളിലൂടെ നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ കൂടെ ഇട്ട് കൊടുക്കുക. അങ്ങനെ ബേസ് ആയിട്ടുള്ള ഭാഗം ക്യാരറ്റും പൊട്ടറ്റോ ആണ് നമ്മുടെ ഈ പുഡിങ്ങിൽ വരുന്നത്. ക്യാരറ്റും പൊട്ടറ്റോ ഒക്കെ ഇതുപോലെ എല്ലാ ഭാഗത്തുകൂടെ നിരത്തി റെഡിയാക്കി കൊടുക്കുക. പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കസ്റ്റേർഡിൻ്റെ ഈ മിക്സ് ഇട്ട് കൊടുക്കുക. ഇത് ഒഴിച്ചതിന് ശേഷം നമ്മൾ സ്പൂൺ വെച്ചിട്ട് എല്ലാ ഭാഗത്തും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇത് ലൂസായിട്ട് അങ്ങ് പോയില്ല. നമ്മളിങ്ങനെ സ്പൂൺ വെച്ചിട്ട് എല്ലാ ഭാഗത്തുകൂടെ ഒരു ലെയറായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ക്യാരറ്റും മിൽക്ക് മെയ്ഡും ഒക്കെ വരുന്നതുകൊണ്ട് നല്ലൊരു ടേസ്റ്റാണ് അതിന്. ഇനി നമ്മൾ കുറച്ച് ക്രീം എടുത്തിട്ട് അതിലേക്ക് പൗഡേർഡ് ഷുഗർ ഇട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ബീറ്റ് ചെയ്യുന്ന സമയത്ത് നല്ല തണുപ്പുള്ള പാത്രവും നമ്മളൊന്ന് ഫ്രീസറിൽ വെച്ച് തണുപ്പിക്കുക. ബീറ്ററും ഒന്ന് തണുപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇത് ക്രീമായിട്ട് കിട്ടും. ഒന്ന് ഓഫ് ചെയ്ത് വേണം അത് ക്രീമാക്കി എടുക്കാൻ.
ഇനി നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ലെയർ റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ഇതുപോലെ കസ്റ്റർഡിൻ്റെ മുകളിലൂടെ ഇട്ട് കൊടുക്കുക. എല്ലാ ഭാഗത്തൂടെ കറക്റ്റ് രീതിയിൽ സ്പ്രെഡ് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്. ഇത് നമ്മുടെ പുഡിങ്ങിൻ്റെ ഇടയിൽ ഇങ്ങനെ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ക്രീം ഒഴിച്ചു കൊടുക്കുക. ക്രീം ആദ്യം ഇങ്ങനെ സ്പൂൺ കൊണ്ടൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ ഇത് ഇങ്ങനെ എല്ലാ ഭാഗത്തൂടെ കറക്റ്റ് ആക്കുന്ന രീതിയിൽ നമ്മളൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ലാസ്റ്റ് നമ്മൾ കുറച്ച് കുക്ക് ചെയ്ത ബീട്രൂട്ടും ക്യാരറ്റും പൊട്ടറ്റോ ഒക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. അതിങ്ങനെ ഡെക്കറേഷൻ രീതിയിൽ ഇട്ട് കൊടുക്കുക. ഇനി നട്ട്സൊക്കെ വേണമെങ്കിൽ അതും നമുക്ക് റോസ്റ്റ് ചെയ്തിട്ട് ബദാം, പിസ്ത അങ്ങനത്തെ ഒക്കെ വേണമെങ്കിൽ അതും ഇട്ട് കൊടുക്കുക. ഇത് നമ്മൾ വെജിറ്റബിൾ ഈ ഒരു രീതിയിലുള്ള പുഡിംഗ് ആയതുകൊണ്ട് ഇതുകൊണ്ട് തന്നെ ഡെക്കറേറ്റ് ചെയ്യുമ്പോഴാണ് ഒന്നും കൂടെ അതിൻ്റെ ഭംഗി കിട്ടുന്നത്. പിന്നെ ഒരു ടീസ്പൂൺ ഹണിയും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊരു 3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റ് സെറ്റായിട്ട് കിട്ടും. അപ്പോൾ ചൈന ഗ്രാസോ ജെലാറ്റിനോ ഒന്നും ഇടാത്ത നമ്മുടെ യമ്മി ആയിട്ടുള്ള ക്രീമി പുഡിങ് റെഡി ആയിട്ടുണ്ട്. ഇതിങ്ങനെ കട്ട് ചെയ്ത് പ്ലേറ്റിലേക്ക് ഇടുമ്പോൾ നമുക്ക് നല്ലൊരു ഭംഗിയാണ്. എല്ലാ ലെയറും ഓറഞ്ച്, നമ്മുടെ ബീട്രൂട്ടിൻ്റെ കളറ്, കസ്റ്റേർഡ് കളർ എല്ലാ കളേഴ്സും ഇങ്ങനെ എടുത്ത് കാണിക്കുന്നുണ്ട്. വീഡിയോയിൽ കാണുന്ന പോലെയല്ല, ഡയറക്റ്റ് കാണുമ്പോൾ ഒന്നും കൂടെ ഒരു ഭംഗിയുണ്ട്. കഴിക്കാനും നല്ല ടേസ്റ്റാണ്. എല്ലാ ഫ്ലേവറും കൂടെ ഒരുമിച്ച് വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അത് ഈസി ആയിട്ട് നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങാണ്. ഗസ്റ്റൊക്കെ വരുമ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. നമ്മുടെ ഇന്നത്തെ ഈസി ആയിട്ടുള്ള റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇങ്ങനത്തെ നല്ല നല്ല റെസിപ്പിയായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ടേക്ക് കെയർ, ബൈ ബൈ.